ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ചിദംബരം സംവിധാനം ചെയ്ത് ജിത്തു മാധവൻ എഴുതി ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുള്ള ബാലൻ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആൻഡ് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ തോട്ട്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റ വാക്കി ചോദിക്കാനാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കിടിലം പടമാണ്, ഒരു രക്ഷയില്ല. കാരണം ഇതിൻ്റെ ഒരു റൈറ്റിംഗ് ആണെങ്കിലും അത് ചിദംബരം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ എന്താ പറയുക, റീസെന്റ് ടൈംസിൽ കിട്ടിയ ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എനിക്ക് ആക്ച്വലി എക്കോയുടെ ക്ലൈമാക്സിന് ശേഷം ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് തന്ന ഒരു സർപ്രൈസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഷോക്ക് ഫാക്ടർ ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ സ്പോയിലറിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ആൻഡ് ഈ സിനിമയുടെ ടെക്നിക്കൽ ക്രൂ, ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. ഇതിൽ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് സിനിമയിൽ പോസിറ്റീവ്സ് ആയി ഫീൽ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ്സ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഇത് ബേസിക്കലി ഒരു സ്ലോ പേസിൽ പോകുന്ന സിനിമയാണ്. ചില ആളുകൾക്കെങ്കിലും അതൊരു ലാഗ് പോലെ ഫീൽ ചെയ്തേക്കാം, പക്ഷേ എനിക്ക് ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. ഞാനൊരു സമയം പോലും ഫോണിലേക്ക് നോക്കിയിട്ടില്ല. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു ആലോചനയിലൂടെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ പ്രോപ്പറായിട്ട് സിനിമയിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ അവര് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിമുകളുടെ ഒരു ഭംഗിയും, അതുപോലെ തന്നെ പല ചില ഷോട്ടുകളിലൂടെ കൈകാര്യം ചെയ്യുന്ന പല പല ലെയറുകളും എല്ലാം മൊത്തത്തിൽ അത് ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് തിയേറ്ററിൽ അത് കണ്ടിരിക്കാനായിട്ട്. ആൻഡ് നമുക്ക് ഈ സിനിമയുടെ ടെക്നിക്കൽ ക്രൂവിലേക്ക് വരുവാണെങ്കിൽ, ഈ സിനിമ എഴുതിയിട്ടുള്ളത് ജിത്തു മാധവനാണ്. നമുക്കറിയാവുന്ന പോലെ ആവേശം, അതുപോലെ തന്നെ നമ്മുടെ രോമാഞ്ചം എന്നീ സിനിമയുടെയൊക്കെ റൈറ്റർ ഡയറക്ടറായിരുന്നു പുള്ളി. പുള്ളിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര സർപ്രൈസിങ് ആണ്. കാരണം ആവേശവും രോമാഞ്ചവും അറിയാലോ, ഒരു ഹ്യൂമർ ബാക്ക്ഡ്രോപ്പിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമകളിൽ നിന്ന് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, അത് ഭയങ്കര നൈസായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊണ്ടുവരുന്ന ഓരോ ക്യാരക്ടേഴ്സിന് കൊണ്ടുവരുന്ന ലെയറുകളാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിനിമയിൽ ഒരു അമ്മയുടെ ക്യാരക്ടറുണ്ട്. അത് പുറത്ത് ചിരിച്ച് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ആളുടെ മനസ്സിൽ എപ്പോഴും ഒരു ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ മനസ്സിൽ എപ്പോഴും ആളിങ്ങനെ പ്ലാനിങ്ങിലാണ്. ഓരോ ആൾക്കാരെ കാണുമ്പോഴും അവരെ വെച്ചിട്ട് എന്താ പറയുക, ആൾ മൊത്തത്തിൽ ഒരു ഫുൾ ടൈം ആളൊരു ഒരു ഒരു പ്ലാനിങ് ഫേസിലാണ്. എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് അത് പെർഫോമൻസ് സൈഡിലേക്ക് നമുക്ക് ഓൾറെഡി വരാം, നമുക്ക് അതിന് ശേഷം വരാം. അത് ഭയങ്കര കിടിലമായിട്ടാണ് ഈ പറഞ്ഞ ജിത്തു മാധവൻ ആ ക്യാരക്ടറൊക്കെ എഴുതിയിരിക്കുന്നത്. ഭയങ്കര, എനിക്ക് ഈ അടുത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് സിനിമയുടെ സ്ക്രിപ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഡയറക്ഷൻ, മഞ്ഞവൽ ബോയ്സിന്റെ ശേഷം ചിദംബരം എടുക്കുന്ന സിനിമയാണ്. മഞ്ഞവൽ ബോയ്സ് എന്ന് പറയുന്ന അത്രയൊരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരത്തിന് വേറെ എങ്ങനത്തെ സ്ക്രിപ്റ്റ് വേണമെങ്കിലും എടുക്കാം, ഏത് റേഞ്ചിലുള്ള സിനിമ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആളെപ്പോഴും ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇതിൽ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒരമ്മ മകൻ, അവർ രണ്ടുപേരും ഉള്ളു. അവരുടെ ഇടയ്ക്കുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്സും അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആളുകളിലൂടെയാണ് ഈ കഥ ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചിദംബരം ഇത് എടുത്തിട്ടുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര രസമാണ്. നമുക്ക് സ്ക്രീനിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. നമുക്ക് വേറെ ഒന്നിലും ഡിസ്ട്രാക്റ്റഡ് ആവാൻ നമുക്ക് സമയമില്ല. കാരണം സിനിമ പറയുമ്പോൾ സിനിമ കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത്, പക്ഷെ സ്റ്റിൽ ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മൾ ഒരു നിമിഷം പോലും ഒന്ന് ബോറടിക്കാനായിട്ട് സിനിമ വിടുന്നില്ല എന്നുള്ളത് സിനിമയുടെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവാണ്. ആൻഡ് പിന്നെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ചിദംബരത്തിന്റെ അനിയൻ തന്നെയായിട്ടുള്ള ഗണപതിയാണ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ എങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ ഇത്ര ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ആളുകളെ പിക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. കാരണം മഞ്ഞുമലിലുള്ള കാസ്റ്റിംഗ് നമ്മൾ കണ്ടതാണ്, എല്ലാവരും പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരു ക്യാരക്ടർ പോലും ഒരു റോങ് കാസ്റ്റിംഗ് ആയി, അല്ലെങ്കിൽ ഒരു മിസ്കാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു, ഇന്ന ആൾക്ക് ഇതിന്റെ ക്യാരക്ടർ ചേരുന്നില്ല, അങ്ങനെ നമുക്ക് ഒരിടത്ത് പോലും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അവർ ഈ ക്യാരക്ടേഴ്സ് ആയിട്ട്. അതിലൊന്നാമത്തെ എടുത്തു പറയേണ്ടത് അവരുടെ പെർഫോമൻസ് സൈഡ് തന്നെയാണ്. കാരണം അവർ ആ ക്യാരക്ടറായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യായിരുന്നു. നമുക്ക് ഭയങ്കര ബിലീവബിൾ ആയിരുന്നു ഇന്ന ഒരു ക്യാരക്ടർ. കാരണം ഈ സിനിമയുടെ ഫസ്റ്റ് ഫേസിലേക്കൊക്കെ വരുമ്പോൾ, ഐ മീൻ ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് വരുമല്ലോ. അതായത് അമ്മയുടെ ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് കുറച്ച് സീനുകളോട് ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓക്കെയാണ്, ഇന്ന സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ഒരാളാണെന്ന് നമുക്കത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് ആ ക്യാരക്ടർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് പെർഫോമൻസ് സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. പിന്നെന്താ പറയുക, ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതിൽ കുറേ അധികം ഡയറക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഗിരീഷ് ഷേഡി ഉണ്ട്, മറ്റേ ആനന്ദ് ഏകർഷി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ജീൻ പോൾ ലാലുണ്ട്. അങ്ങനെ കുറച്ചധികം ഡയറക്ടേഴ്സ് കൊളാബറേഷൻ കൂടി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. നോട്ട് ഇൻ ഡയറക്ഷൻ, ഇൻ ആക്ടിങ് ആണെന്ന് മാത്രം. പിന്നെ ഈ സിനിമയുടെ ഒരു എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സിനിമയുടെ മ്യൂസിക്കാണ്. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കാണ്. ആള് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫീൽഡിൽ ഇല്ലായിരുന്നു. കാരണം ആള് ഭയങ്കര സൂപ്പർ സെലക്റ്റീവ് ആണ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. കാരണം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ആള് ചെയ്യുന്നുള്ളൂ, പക്ഷെ ചെയ്യുന്ന സിനിമകളിൽ എടുത്തു വെക്കുന്ന സാധനങ്ങൾ
ഒരു രക്ഷയില്ല. കാരണം ബിജിഎം ഒക്കെ വേറെ ലെവലായിരുന്നു. 2 പാട്ടുണ്ട്. ഒരു താക്കോൽ റിലേറ്റഡ് ആയിട്ടൊരു സോങ് ഉണ്ട്. പിന്നെ വേറൊരു സോങ് ഉണ്ട്. നമ്മുടെ ടൊവിനോ റിലേറ്റഡ് ആയിട്ട് ടൊവിനോന്റെ ആ ഒരു ക്യാരക്ടർ വരുന്ന വേണ്ടിട്ട് അത് ആ ഒരു ഫേസിൽ ഒരു ട്രാക്ക് വരുന്നുണ്ട്. രസമായിരുന്നു മൊത്തത്തിൽ കേട്ടിരിക്കാനായിട്ട്. പക്ഷെ ബിജിഎം പുള്ളി ഒരു രക്ഷയില്ല. കിടിലം വർക്കായിരുന്നു. കാരണം പല സീനുകളിലും അങ്ങ് എലവേറ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് സീനിനെ കൊണ്ടെത്തിക്കുന്നതിൽ സുഷിൻ ശ്യാമിന്റെ ബിജിഎം ഭയങ്കര പങ്ക് വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പൊ ചില സിനിമകൾ നമുക്കറിയാലോ, അതായത് സിനിമ എടുത്തു വെച്ചേക്കുന്നതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, പക്ഷെ ബിജിഎമ്മിൽ അങ്ങ് പൊലിപ്പിക്കും. ഇതിൽ അങ്ങനെയല്ല. സിനിമയുടെ മേക്കിംഗ് ഓൾറെഡി പീക്കിലാണ് നിൽക്കുന്നത്, അവിടെ നിന്നും പീക്ക് ചെയ്യിപ്പിച്ചു സുഷിൻ ശ്യാമിന്റെ ബിജിഎം. അത്രയും ഒരു കിടിലം വർക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഇതിന്റെ ബിജിഎം. ഭയങ്കര നൈസായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പം നമുക്ക് നമ്മൾ ഇമോഷണലാവും ചില സമയങ്ങളിൽ. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ചാർജ് ആവുന്ന രീതിയിൽ കുറെ വർക്കൊക്കെ ലാസ്റ്റ് സുഷിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കിഡിലായിരുന്നു. തിയേറ്ററിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബിജിഎം ഒക്കെ തന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു എടുത്തു പറയേണ്ട പോസിറ്റീവായിട്ട് ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ കളറിംഗ് ആണ്. കളറിംഗ് എന്ന് പറയുമ്പോൾ മൊത്തം വിഷ്വൽ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലാണ് പറയുന്നത്. ഷൈജു ഖാലിദിന്റെ ക്യാമറയാണ്. ഇപ്പം അറിയാലോ, ആളുടെ ഒരു റേഞ്ച് നമുക്ക് ഓൾറെഡി ആളുടെ സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പം ലിറ്ററലി ഞാൻ വെറുതെ പറയുന്നല്ല, നമുക്കൊരു ഒരു സീൻ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കത് വാൾപേപ്പർ ആക്കാം, ഏത് സീനും. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ സിനിമയുടെ ഓരോ ഫ്രെയിം സെറ്റ് ചെയ്തേക്കുന്നത്. അതിപ്പം സിനിമ പല പല ടെറൈനിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില സമയങ്ങളിൽ ഒരു ബീച്ച് സൈഡിലായിരിക്കും, ചില സമയങ്ങളിൽ ഹില്ലി ഏരിയാസിലെ മൗണ്ടൻസിലായിരിക്കും. പ്രോപ്പർ എന്താ പറയുക, ഭയങ്കര രസമാണ് ഈ സിനിമയിൽ ഓരോ ഫ്രെയിമും കണ്ടിരിക്കാൻ. നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അതുപോലത്തെ പെയിന്റിങ് മാതിരിയുള്ള കുറെ കിടിലം ഫ്രെയിംസ് ഈ സിനിമയിലുണ്ട്. ഷൈജു ഖാലിദിന്റെ ക്യാമറ വർക്ക് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്ന വിവേക് ഹർഷനാണ്. ഇവരുടെ ടീമിൽ തന്നെയുള്ള ഒരാളാണ്. എനിക്കെന്താ ഒരു സീനിൽ പോലും എനിക്ക് ബോറടി തോന്നാതെ പ്രോപ്പറായിട്ട് സിനിമ നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു എടുത്തു പറയേണ്ട പോസിറ്റീവായിട്ട് സിനിമയുടെ കളറിംഗ് എനിക്ക് ഫീൽ ചെയ്തു. ശ്രീക് വാര്യരാണ് കളറിംഗ് ചെയ്തിരിക്കുന്നത്. അത് കിടിലമായിരുന്നു കളറിംഗ് വർക്ക്. കാരണം എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെയിന്റിങ് മാതിരി ഇരിക്കുന്ന വിഷ്വൽസ്, ഭയങ്കര കിടിലം വിഷ്വൽസ്. നമുക്കത് കണ്ണിന് ഭയങ്കര പ്ലീസിങ് ആയിരുന്നു നമുക്കത് കണ്ടോണ്ടിരിക്കാനായിട്ട്. പിന്നെ ഈ സിനിമയുടെ എന്താ പറയുക, ഈ സിനിമയുടെ പോസിറ്റീവ്സ് മാത്രമേ പറയാനുള്ളൂ. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് പെർഫോമൻസസ് ആണ്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി നമുക്ക് ആ ചെറിയ പയ്യനെയും തുടങ്ങാം. അവൻ്റെ പേര് ആദിശേഷ് എന്നാണ്. ഞാൻ അവൻ ഇതിനു മുന്നേ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല, പക്ഷെ പയ്യൻ അടിപൊളിയായിരുന്നു. കിടിലം പെർഫോമൻസ്. ആ പയ്യന്റെ അവന്റെ ചൈൽഡ്ഹുഡിലുള്ള അവന്റെ ഒരു പെയിനും അതുപോലെ തന്നെ അവന്റെ കൺഫ്യൂഷൻസും. അവന്റെ അടുത്ത് ഇപ്പം അവന്റെ അമ്മയുടെ പേരെന്താ അല്ലെങ്കിൽ അവന്റെ പേരെന്താന്ന് ചോദിക്കുമ്പം അവനൊന്നും പറയാനില്ല. ആ ഒരു അവസ്ഥ അവന്റെ കണ്ണിലതുണ്ട്. എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള ആ ഒരു നിസ്സഹായത അവന്റെ കണ്ണിലുണ്ടായിരുന്നു. അത്ര ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു ആ പയ്യന്റെ. പിന്നെ അവന്റെ അടുത്ത ഫേസിൽ, അതായത് കുറച്ചും കൂടെ പ്രായമുള്ള ഫേസിലേക്ക് വരുമ്പോൾ മുഹമ്മദ് സിനാനാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അവൻ അടിപൊളിയായിരുന്നു. കാരണം പണ്ട് നമ്മൾ ആ പയ്യന്റെ കണ്ണിൽ കണ്ട ഒരു ഇന്നസെൻസോ അല്ലെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയല്ല. ഈ ഒരു ഫേസിലേക്ക് വരുമ്പോഴേക്ക് ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള ഒരു ട്രാവൽ ഉണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് അവനെ എങ്ങനെയാണ് മോൾഡ് ചെയ്തതെന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ആ പയ്യൻ നിന്ന് പെർഫോം ചെയ്യേണ്ടത്. അത് കിഡിലോട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു മുഹമ്മദ് സിനാന്റെ. പിന്നെ സിനിമയിൽ ടൊവിനോ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ അത് സ്പോയിലർ ഒന്നും അല്ല, നമ്മൾ ട്രെയിലറിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി കിടിലമായിരുന്നു. പുള്ളിയുടെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൊവിനോ. അതായത് കുറച്ച് വയറൊക്കെ ആയിട്ട് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ബിയറൊക്കെ അടിച്ച് കിടക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അത് പക്ഷേ പുള്ളി അത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചിൽ ലൈഫിൽ പോകുന്ന ഒരു ഫ്രോഡ് ക്യാരക്ടർ. അത് ടൊവിനോ ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ നല്ല രസമുണ്ടായിരുന്നു മൂപ്പരുടെ ഒരു ക്യാരക്ടർ കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഈ സിനിമയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, ഇതിലെ അമ്മ കഥാപാത്രം, അത് ചെയ്തിട്ടുള്ളത് ഫർസാന പാലത്തിങ്കൽ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ്. ഐ ആം റിയലി സോറി, നിങ്ങളുടെ ഇതിന് മുന്നത്തെ സിനിമകൾ എന്താണെന്നോ നിങ്ങളുടെ ഇതിന് പ്രീവിയസ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അവർ പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ജീവിത സാഹചര്യങ്ങളുണ്ട്. അവർ ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള അവരുടെ ലൈഫുണ്ട്. ആ ഒരു ലൈഫ് വേറൊരു ക്യാരക്ടറിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. എന്താ പെർഫോമൻസ്! അതായത് ആ ഈ ഫർസാന എന്ന് പറയുന്ന ഒരാളുടെ കണ്ണിലുണ്ട്. അതിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് റീസെന്റ് ടൈംസിൽ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. ഉറപ്പായിട്ടും ഒരു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങളെ തേടി വരുന്നുണ്ട്. കാരണം അത്ര ഒരു അടിപൊളി പെർഫോമറാണ്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവര് അവര് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മോനയായിട്ട് ഇങ്ങനെ പോകുന്നു. ഭയങ്കര ഒരു ട്രാവലാണ് അവരുടെ. അത് ഭയങ്കര കിടിലമായിട്ട് അവർ സിനിമയിൽ ചെയ്തിട്ടുണ്ട്.
ഫർസാന പാലത്തിങ്ങൽ എന്ന് പറയുന്ന ആക്ട്രസ്. ഞാൻ ഇതിനു മുന്നേ അവരുടെ പ്രീവിയസ് വർക്കുകൾ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് അവരുടെ ഡെബ്യൂ ആണെന്ന് അറിഞ്ഞുകൂടാ. ആണെങ്കിലും അല്ലെങ്കിലും അടിപൊളി പെർഫോമൻസ്. ഈ സിനിമയിൽ എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് വേറൊരു മുഖം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും കിടിലമാക്കി ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അവർ തന്നെയാണ്, അവരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ മെയിൻ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. കാരണം അവരാണ് ഈ സിനിമ ഡ്രൈവ് ചെയ്യുന്നത്. അവരും ഇതുപോലെ തന്നെ ഈ പയ്യന്റെയും ഒരു ഒരു പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കിഡിലുമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ്. ഞാൻ ഈ 2026 കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവരുടെ. പിന്നെ സിനിമയിൽ നമ്മുടെ ജീൻ പോൾലാൽ ഉണ്ട്. ജീൻ പോൾലാലിന്റെ എന്താ പറയാ, പുള്ളിയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി അത് എന്താ പറയാ, പുള്ളി അത് നമുക്കങ്ങ് ദേഷ്യം വരും പുള്ളിയുടെ ക്യാരക്ടറിന്റെ അടുത്ത്. അതുപോലത്തെ ഒരു ക്യാരക്ടർ, ചൊറിയൻ ക്യാരക്ടർ. പക്ഷെ അത് അത്രയും കിടിലമൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും അത് ആ ക്യാരക്ടറിനോട് അത്രയ്ക്ക് ദേഷ്യം വരണമെങ്കിൽ ആ പെർഫോമറിന്റെ പെർഫോമൻസ് അത്ര കിടിലമായിരുന്നു, അത്ര ഇന്റൻസ് ആയിരുന്നു ആണ് അതിന്റെ അർത്ഥം. അത് കിടിലമായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഓൾറെഡി അച്ഛന്റെ നമ്മൾ പെർഫോമൻസ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ എത്ര ജംഗ്ലി തമ്പി എന്നൊക്കെ വിളിച്ച് കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പുള്ളിയുടെ പെർഫോമൻസിന്റെ റേഞ്ച് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഈ പുള്ളി അടിപൊളി പെർഫോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിന്റെ അടുത്ത് തോന്നേണ്ട ദേഷ്യവും ആ ഒരു വെറുപ്പും അതെല്ലാം പ്രോപ്പറായിട്ട് നമുക്കത് ആ സ്ക്രീനിൽ നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് ആ ആക്ടറിന്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഇതിനു മുന്നേ മഞ്ഞുമ്മലിൽ നമ്മൾ മൂപ്പരുടെ പെർഫോമൻസ് കണ്ടതാണ്. അതിനു മുന്നേ നമ്മുടെ അണ്ടർവേൾഡ് എന്നുള്ള സിനിമയിലൊക്കെ മൂപ്പർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ടോപ്പ് അഭിനയമായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ ചെയ്ത ഒരു അമ്മച്ചിയുണ്ട്. എൻ്റെ അമ്മ, അതായത് ഡോളി എന്നാണ് ആ ആൻറ്റിയുടെ പേര് ഞാൻ കണ്ടത്. ഞാൻ ജസ്റ്റ് IMDbയിൽ ചെക്ക് ചെയ്തപ്പോൾ ഡോളി എന്നാണ് പേര് കിടക്കുന്നത്. സീൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വരുന്ന ഓരോ സീനിലും കയ്യടി, തിയേറ്ററിൽ കയ്യടി. ഓയ്യോ, ഓൾറെഡി ഡയലോഗ്സ് മൊത്തം തഗ്ഗാണ്, കിടിലൻ ഡയലോഗ്സ് ആണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതും ആ റേഞ്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ അമ്മച്ചീൻ്റെ കൊച്ചുവനായിട്ടുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒയ്യോ, അത് കിടിലൻ പെർഫോമൻസ്. ടൈലർ മെയ്ഡ് റോളായിരുന്നു ഈ അമ്മച്ചിക്ക്. ഒയ്യോ, അടിപൊളി പെർഫോമൻസ്. നല്ല എന്താ പറയാ, പഞ്ച് ഡയലോഗിന് പഞ്ച് ഡയലോഗ്, മാസിന് മാസ്, എന്ത് വേണം. ഇവിടുത്തെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ എന്താ പറയാ, ഇത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഗോ ആൻഡ് വാച്ച് ഇൻ ദി ബെസ്റ്റ് തിയേറ്റേഴ്സ് നിയർ യു എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഈ സിനിമ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന തിയേറ്റർ. സൗണ്ട് മിക്സിങ് അടിപൊളിയാണ്. എസ്പെഷ്യലി ഈ കാട്ടിലൂടെയുള്ള, കാടല്ല എന്ന് പറഞ്ഞാൽ ഒരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന വീട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഹില്ലി ഏരിയയിലുള്ള അങ്ങനത്തെ ടെറൈനിലൂടെയൊക്കെ ഈ സിനിമ ട്രാവൽ ചെയ്യുമ്പോഴും അത് ഭയങ്കര എന്ന് വെച്ചാൽ സൗണ്ടിലൂടെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര കിടിലമായിരുന്നു ഈ സിനിമയുടെ വർക്ക്. എസ്പെഷ്യലി ഈ പറഞ്ഞ മാതിരി പ്രാണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അങ്ങനത്തെ, പിന്നെ ഈ പിള്ളേരുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള, അപ്പോൾ അവിടെ ഇവിടെ തട്ടിമുട്ടി വീഴുന്നതും അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു തിയേറ്ററിൽ തന്നെ പോവുക. ഞാനിവിടെ കൊച്ചിയിലാണ് കണ്ടത്. ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ആൻഡ് വിഷ്വൽ ഔട്ട്പുട്ട് കിട്ടുന്ന തിയേറ്ററിൽ കാണുക എന്നുള്ളതാണ് ഞാൻ. പിന്നെ ഈ സിനിമയുടെ ഒരു ആസ്പെക്ട് റേഷ്യോ കുറച്ച് എന്താ പറഞ്ഞാൽ, രണ്ട് സൈഡിലും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു ഞാൻ കണ്ട തിയേറ്ററിൽ. പക്ഷെ അതൊന്നും ഇവിടെ അങ്ങോട്ടേക്കൊന്നും ഡിസ്ട്രാക്ഷൻ പോകുന്നില്ല. കാരണം സിനിമ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളൊരു സിനിമ എല്ലാവരും മസ്റ്റായിട്ട് ഏറ്റവും കിടിലൻ ഔട്ട്പുട്ട് കിട്ടുന്ന തിയേറ്ററിൽ തന്നെ പോകും. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ കാണുക. ഓഡിയൻസ് എല്ലാം മാറുന്നതിന് മുന്നേ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ ശരി, ഇതേപോലെ തന്നെയുള്ള മലയാള സിനിമകൾ സംഭവിക്കട്ടെ. നമുക്കിങ്ങനെ വാതോരാതെ പോസിറ്റീവ് പറയാനുള്ള മലയാള സിനിമകൾ പിന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, നിർത്തുന്നു. ബൈ.